2024 മലയാള സിനിമയ്ക്ക് മറക്കാനാവാത്ത ഒരു വർഷം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അലയൊലികൾ മലയാള സിനിമാ ലോകത്തെ ആകെ പിടിച്ചു കുലുക്കിയ വർഷം. അനേകം വിവാദങ്ങൾക്ക് വഴിവെച്ചെങ്കിലും സെക്യൂരിറ്റി, ജെൻഡർ ഇക്വാലിറ്റി തുടങ്ങിയ വിഷയങ്ങളിൽ നല്ലൊരു മാറ്റം കൊണ്ടുവരാൻ ഇത് ഒരു പരിധിവരെ സഹായിച്ചു എന്ന് വേണം കരുതാൻ. അതെന്തായാലും ഇതുകൊണ്ട് മാത്രമല്ല 2024 മലയാള സിനിമയ്ക്ക് ഒരു ലാൻഡ്മാർക്ക് ഇയറായത്. കലാപരവും വാണിജ്യപരവുമായി നേട്ടം കൈവരിച്ച അനേക ചിത്രങ്ങളിലൂടെ മലയാള സിനിമ ദേശീയ ശ്രദ്ധ പിടിച്ചുപറ്റിയ വർഷമായിരുന്നു 2024. 100 കോടി ക്ലബിൽ ഈ വർഷം കയറിയത് 5 സിനിമകളാണ്. ARM, പ്രേമലു, ആവേശം, ആടുജീവിതം, പിന്നെ 200 കോടി ക്ലബിൽ മലയാളത്തിൽ തുടക്കമിട്ട മഞ്ഞുമ്മൽ ബോയ്സ്. കഴിഞ്ഞ വർഷം വരെ 100 കോടി ക്ലബിൽ ഉണ്ടായിരുന്നത് ആകെ 3 സിനിമകൾ മാത്രമാണെന്ന് ഓർക്കണം. അതേപോലെ 50 കോടി ക്ലബിലും 7 സിനിമകൾ ഇടം നേടി. ഇതിൽ ഇയർ എൻഡ് ബോക്സ് ഓഫീസ് സെൻസേഷനായ മാർക്കോ 100 കോടി ക്ലബിലേക്ക് കുതിക്കുന്നതിന് ഒപ്പം ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ എ-റേറ്റഡ് സിനിമയാണ്. മെയ് മാസത്തിനുള്ളിൽ തന്നെ ഗ്ലോബൽ ബോക്സ് ഓഫീസിൽ മലയാള സിനിമാ ചരിത്രത്തിൽ ആദ്യമായി 1000 കോടി രൂപ കടന്നു. കൃത്യമായ കണക്കുകൾ ഇല്ലെങ്കിലും 2024 മൊത്തം കളക്ഷൻ 1500 കോടി കവിയും. 1994 കാൻസ് ഫിലിം ഫെസ്റ്റിവൽ മെയിൻ കോമ്പറ്റീഷനിൽ ഇടം നേടിയ ആദ്യ മലയാള ചിത്രമായി ഷാജി എൻ കരുണിന്റെ സ്വം. പിന്നീട് 30 വർഷം വേണ്ടി വന്നു ഒരു ഇന്ത്യൻ ചലച്ചിത്രത്തിന് അവിടെ എത്താൻ. സമ്പൂർണ്ണ മലയാള ചിത്രം അല്ലെങ്കിൽ കൂടി പായൽ കപാടിയുടെ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് കാൻസിൽ മത്സരിക്കുകയും ഗ്രാൻഡ് പ്രിക്സ് പുരസ്കാരം നേടുകയും ചെയ്ത് നമ്മുടെ അഭിമാനമായി. ഫിലിം സോഷ്യൽ മീഡിയ ആയ ലെറ്റർ ബോക്സ്ഡ് അവരുടെ ഇയർ എൻഡ് റിവ്യൂവിൽ മലയാളം ലാംഗ്വേജ് ഫിലിംസ് ടേക്ക് സെൻട്രൽ സ്റ്റേജ് എന്ന് പറഞ്ഞു മലയാള സിനിമയ്ക്ക് പ്രത്യേക സ്പോട്ട്ലൈറ്റ് വെച്ചു. ചുരുക്കി പറഞ്ഞാൽ 2024 മികച്ച 10 മലയാള സിനിമകളുടെ ലിസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി വിഷമം പിടിച്ച പണിയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ അഭിപ്രായമല്ല, മറിച്ച് ഗൂഗിളിലെയും IMDbയിലെയും പ്രേക്ഷക നിരൂപണം മാത്രം കണക്കിലെടുത്താണ് ഈ ലിസ്റ്റ് തയ്യാറാക്കിയത്. ഇതിനായി റിവ്യൂ സ്കോർ, ലൈക്ക് പെർസെൻറ്റേജ്, വോട്ട് കൗണ്ട് എന്നീ ഘടകങ്ങളെ വെയിറ്റേജ് ബേസ്ഡ് ഫോർമുല ഉപയോഗിച്ച് ക്രോഡീകരിച്ചു. 26 ഡിസംബർ 2024 മിനിമം 1000 IMDb റേറ്റിംഗ്സ് ആണ് എലിജിബിൾ ആവാൻ വേണ്ടത്. റാങ്കിംഗ് മെത്തേഡിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ നോക്കുക. ഇതുപോലെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കാൻ ഐഡിയൽ മെത്തേഡ് ഒന്നും ഇല്ല. എന്നാലും ഇത്തരത്തിൽ പൊതുവായ ഓഡിയൻസ് റെസ്പോൺസ് ഉപയോഗിച്ച് റാങ്ക് ചെയ്യുന്നത് ഒബ്ജക്റ്റീവായ ഒരു നല്ല മെത്തേഡാണെന്ന് ഞങ്ങൾ കരുതുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ആദ്യം ചില ഹോണറബിൾ മെൻഷൻസ്. ജമീലാന്റെ പൂവൻകോഴി, ഡയറക്ടർ ഷാജഹാൻ. എലിജിബിൾ ആയിട്ടുള്ള സിനിമകളിൽ ഏറ്റവും ഉയർന്ന IMDb സ്കോർ ഈ സിനിമയ്ക്കാണ്. 9.3 റേറ്റിംഗ് ഫ്രം 1400 വോട്ട്സ്. ഗൂഗിൾ അവരുടെ അൽഗോരിതത്തിന്റെ ക്രൈറ്റീരിയ വെച്ചാണ് ഒരു സിനിമയ്ക്ക് ലൈക്ക് ബട്ടണും റിവ്യൂ സെക്ഷനും കൊടുക്കുന്നത്. ഈ പടം എന്തായാലും അങ്ങോട്ട് എത്തിയിട്ടില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ടോപ്പ് 10-ൽ ഇരുന്നേനെ. ആടുജീവിതം, ഡയറക്ടർ ബ്ലെസി. അതെ, അൺഫോർച്ചുനേറ്റ്ലി കഴിഞ്ഞ വർഷം അന്തർദേശീയ തലത്തിൽ വരെ ശ്രദ്ധിക്കപ്പെട്ട ആടുജീവിതം ടോപ്പ് 10-ൽ ഇല്ല. ഹേറ്റ് ക്യാമ്പയിൻ്റെയോ മറ്റോ ഭാഗമായി 19% ഗൂഗിൾ ലൈക്കുകൾ മാത്രമാണ് ആടുജീവിതത്തിനുള്ളത് എന്നതാണ് ഇതിന് പ്രധാന കാരണം. പക്ഷേ IMDbയിലെയും ഗൂഗിളിലെയും വോട്ടെണ്ണം വെച്ച് കഴിഞ്ഞ വർഷം ഏറ്റവും അധികം ആളുകൾ കണ്ട മലയാള സിനിമയാണ് ദ ഗോട്ട് ലൈഫ്, പേരില്ലൂർ പ്രീമിയർ ലീഗ് ആൻഡ് 1000 ബേബീസ്. 1000 IMDb വോട്ടുകൾ എന്ന എലിജിബിലിറ്റി ക്രൈറ്റീരിയ കടന്ന സിനിമ അല്ലാത്ത ടൈറ്റിലുകൾ ഹോട്ട്സ്റ്റാറിൻ്റെ ഈ 2 സീരീസുകൾ മാത്രമാണ്. ഓക്കെ, നൗ ദ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട്സ്. നമ്പർ 10 സൂക്ഷ്മദർശിനി, ഡയറക്ടർ MC ജിതിൻ. നസ്രിയയുടെ തിരിച്ചുവരവ് എന്ന നിലയിലും മിനിമം ഗ്യാരണ്ടി സ്റ്റാർ ബേസിൽ ജോസഫിൻ്റെ പുതിയ പടം എന്ന നിലയിലും റിലീസിന് മുന്നേ കുറച്ചു ശ്രദ്ധ നേടിയിരുന്നുവെങ്കിലും റിലീസിനെ തുടർന്ന് കോണ്ടന്റിൻ്റെ ബലത്തിൽ ബ്ലോക്ക് ബസ്റ്ററായ പടം. ഈ ബ്ലാക്ക് കോമഡി മിസ്റ്ററി ത്രില്ലർ ചിത്രത്തിൻ്റെ നട്ടെല്ല് കെട്ടുറപ്പുള്ള മികച്ച തിരക്കഥയാണ്. ഒരു സുഹൃത്തിൻ്റെ അഭിപ്രായത്തിൽ ഏത് ഭാഷയിലേക്ക് ആര് റീമേക്ക് ചെയ്താലും വർക്കാവും എന്ന് ഉറപ്പുള്ള സബ്ജക്റ്റ്. ആര് റീമേക്ക് ചെയ്താലും എന്ന് പറയുമ്പോൾ അക്ഷയ് കുമാർ പ്ലീസ് എക്സ്ക്യൂസ്. നമ്പർ 9 അന്വേഷിപ്പിൻ കണ്ടെത്തും, ഡയറക്ടർ ഡാർവിൻ കുര്യാക്കോസ്. ലോക സിനിമയിൽ തന്നെ അപൂർവമായ കഥാപരിസരമാണ് ഈ സിനിമയ്ക്ക്. വ്യത്യസ്തമായ 2 കുറ്റാന്വേഷണ കഥകൾ ബാക്ക് ടു ബാക്കായി പറഞ്ഞ സിനിമ തിയേറ്ററിൽ ആവറേജ് വിജയം മാത്രമാണ് നേടിയതെങ്കിലും നെറ്റ്ഫ്ലിക്സ് റിലീസിന് ശേഷം വളരെയധികം പ്രശംസ നേടി. തിയേറ്ററിൽ കനത്ത കോമ്പറ്റീഷൻ നേരിടാതെ ഇരുന്നെങ്കിൽ ബോക്സ് ഓഫീസിലും തിളക്കമാർന്ന പ്രകടനം നടത്തിയനെ. അന്വേഷിപ്പിൻ കണ്ടെത്തും ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ ലഭ്യമാണ്. നമ്പർ 8 ഉള്ളൊഴുക്ക്, ഡയറക്ടർ ക്രിസ്റ്റോ ടോമി.
2018 നടന്ന സിനിസ്ഥാൻ ഇന്ത്യാസ് സ്റ്റോറി ടെല്ലേഴ്സ് കോൺടെസ്റ്റിൽ 1-ാം സ്ഥാനം നേടിയ തിരക്കഥ. 2-ാം സ്ഥാനം നേടിയ ലാപ്പത്ത ലേഡീസ് ഒരു നിമിത്തം പോലെ 2024 തന്നെ ഇറങ്ങുകയും വലിയ പ്രശംസകൾ ഏറ്റുവാങ്ങുകയും ചെയ്തതുകൊണ്ട് വലിയ പ്രതീക്ഷകളോടെയാണ് ഉള്ളൊഴുക്ക് വന്നത്. ആ പ്രതീക്ഷകൾക്കൊത്ത് ഉയർന്ന സിനിമ ബോക്സ് ഓഫീസിൽ ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചു. അക്കാഡമി ഓഫ് മോഷൻ പിക്ചേഴ്സ് ആർട്സ് ആൻഡ് സയൻസിന്റെ ലൈബ്രറിയിൽ ഈ സിനിമയുടെ തിരക്കഥ തിരഞ്ഞെടുക്കപ്പെട്ടു. ഉള്ളൊഴുക്ക് ആമസോൺ പ്രൈമിൽ ലഭ്യമാണ്. നമ്പർ 7 ഭ്രമയുഗം. ഡയറക്ടർ രാഹുൽ സദാശിവൻ. ഇക്കാലത്ത് പൂർണ്ണമായും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരു സിനിമ ഇറങ്ങുകയും ബ്ലോക്ക് ബസ്റ്റർ ആവുകയും ചെയ്യും എന്ന് ആരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ അവരുടെ തലയ്ക്ക് ഭ്രമമാണെന്ന് നാട്ടുകാർ വിചാരിക്കുമായിരുന്നു. എന്നാൽ അത്രയും കൺവിക്ഷനോടെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോക്ക് ഹൊറർ ഫിലിം വരികയും അതിൽ ഭ്രമിച്ച നാട്ടുകാർ അത് അർഹിച്ച വിജയം നേടിക്കൊടുക്കുകയും ചെയ്തു എന്നത് ചരിത്രം. സാങ്കേതികമായും കലാപരമായും മുന്നിട്ട് നിന്ന ഭ്രമയുഗം ഏറ്റവും അധികം കളക്ഷൻ നേടിയ മലയാളം ഹൊറർ ചിത്രമാകുന്നതിനൊപ്പം തന്നെ ലെറ്റർ ബോക്സിന്റെ ഹയസ്റ്റ് റേറ്റഡ് ഹൊറർ പട്ടികയിലും ഇടം നേടി. ഈ ഹൊറർ മാസ്റ്റർപീസ് സോണി ലിവിൽ സ്ട്രീറ്റ് ചെയ്യുന്നു. നമ്പർ 6 മുറ. ഡയറക്ടർ മുസ്തഫ. മികച്ച പ്രകടനങ്ങളും കുറഞ്ഞ ബഡ്ജറ്റിൽ കൈവരിച്ച സാങ്കേതിക മികവും കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ടെങ്കിലും തിയേറ്ററിൽ അർഹിച്ച വിജയം നേടാൻ ഈ സിനിമയ്ക്ക് കഴിയാതെ പോയി. എന്നാൽ OTT റിലീസിന് ശേഷം കഥ മാറി. OTT റിലീസിന് ശേഷം നേടിയ പ്രശംസകൾ കൊണ്ട് മാത്രം മുറയ്ക്ക് ഈ ലിസ്റ്റിൽ കയറാനായത്. OTT സർപ്രൈസ് ഹിറ്റായി മാറിയ മുറ 3 ആഴ്ചയോളം ആമസോൺ പ്രൈം വീഡിയോ ടോപ്പ് 10 ലിസ്റ്റിൽ ഇടം നേടി. നമ്പർ 5 കിഷ്കിന്ധ കാണ്ഡം. ഡയറക്ടർ ദിൻജിത്ത് അയ്യത്താൻ. എന്തൊരു പടമാണ് കിഷ്കിന്ധ കാണ്ഡം! ഇത്ര സ്പെഷ്യലായ ഒരു പടത്തിന് ഈ ലിസ്റ്റിൽ 5ാമത് എത്താനേ കഴിഞ്ഞുള്ളൂ എന്നത് 2024 സിനിമകളുടെ ക്വാളിറ്റി തന്നെയാണ് കാണിക്കുന്നത്. തിയേറ്ററുകളിൽ പതിയെ തുടങ്ങിയ ഈ സിനിമ വളരെ പെട്ടെന്ന് തന്നെ മികച്ച വേർഡ് ഓഫ് മൗത്ത് നേടി. കൂടെ റിലീസ് ചെയ്ത ARMന് ഒപ്പം ബ്ലോക്ക് ബസ്റ്റർ വേർഡിക്റ്റ് നേടിയ മലയാള സിനിമകളുടെ ക്വാളിറ്റി ഹൈലൈറ്റ് ചെയ്യുന്നതിനൊപ്പം തന്നെ നമ്മുടെ ബോക്സ് ഓഫീസ് പൊട്ടൻഷ്യലിലും വീണ്ടും തെളിയിച്ചു. ഹോട്ട്സ്റ്റാർ OTT റിലീസിന് ശേഷം ഈ സിനിമ നാഷണൽ ലെവലിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ടു. നമ്പർ 4 ആവേശം. ഡയറക്ടർ ജിത്തു മാധവൻ. ഒരു മാസ് മസാല ചിത്രത്തിന് ഇത്രത്തോളം ഡെപ്ത് എങ്ങനെ നേടാൻ കഴിഞ്ഞു എന്ന് അത്ഭുതപ്പെടുത്തിയ ചിത്രം. മലയാള സിനിമയിലെ ഏറ്റവും ഐക്കോണിക് ആയ ക്യാരക്ടറിൽ ഒന്നായി മാറി രംഗണ്ണൻ. ഭയങ്കര അൺഹിഞ്ച്ഡ് ആയ ഒരു പെർഫോമൻസ്. ഈ പൂണ്ട് വിളയാടുക എന്നൊക്കെ പറയില്ലേ, അതായിരുന്നു ആവേശത്തെ ഇത്രത്തോളം ഉയർത്തിയത്. തിയേറ്ററുകൾ കീഴടക്കിയ പ്രകടനത്തിന് ശേഷം റെക്കോർഡ് തുകയ്ക്കാണ് OTT റൈറ്റ്സ് ആമസോൺ പ്രൈം വീഡിയോസ് സ്വന്തമാക്കിയത്. നമ്പർ 3 പ്രേമലു. ഡയറക്ടർ ഗിരീഷ് AD. നവമലയാള സിനിമ റിയലിസത്തിലേക്കും ഡാർക്ക് തീമുകളിലേക്കും കൂടുതൽ ചാഞ്ഞപ്പോൾ എല്ലാവർക്കും ഒന്ന് റിലാക്സ് ചെയ്ത് ചിരിച്ച് എൻജോയ് ചെയ്യാൻ പറ്റുന്ന റോം കോമുകൾക്കും ഇവിടെ സ്ഥാനമുണ്ടെന്ന് പ്രേമലു തെളിയിച്ചു. തികച്ചും ബേസിക്കായ ഒരു പ്രിമൈസിനെ ഫ്രഷായ അവതരണം ചാമിങ് പെർഫോമൻസും വെച്ച് ഒരു എൻജോയബിൾ എക്സ്പീരിയൻസ് ആക്കി മാറ്റി. കുറഞ്ഞ ബജറ്റ് വെച്ച് കേരളത്തിലും പുറത്തും നല്ല പ്രേക്ഷക പ്രതികരണം നേടിയ ഈ ചിത്രം 2024 ഏറ്റവും പ്രോഫിറ്റബിൾ സിനിമയായി മാറി. ഹോട്ട്സ്റ്റാറിൽ മലയാളം ഒറിജിനലിന് പ്രതീക്ഷിച്ച പോലെ തന്നെ മികച്ച പ്രതികരണമാണ് ലഭിച്ചത്. അതോടൊപ്പം തന്നെ തെലുഗു OTT ആഹായിൽ ഏറ്റവും അധികം വ്യൂസ് കിട്ടിയ ഡബ്ഡ് ഫിലിം ആയി മാറി പ്രേമലു. നമ്പർ 2 മാർക്കോ. ഡയറക്ടർ ഹനീഫ് അദേനി. ഒരു ഫ്ലോപ്പ് പടത്തിന്റെ അൺഒഫീഷ്യൽ സ്പിൻ ഓഫ് ചെയ്യുന്നത് അൺഈവൻ ട്രാക്ക് റെക്കോർഡുള്ള അതേ ഡയറക്ടർ. A സർട്ടിഫിക്കറ്റ് നേടിയ അമിത വയലൻസ്. കടുത്ത കോമ്പറ്റീഷനുള്ള ക്രിസ്മസ് സീസൺ. ആദ്യ ഗാനത്തിന്റെ ക്വാളിറ്റിയെ ചൊല്ലി ട്രോളുകൾ. മാർക്കോയ്ക്ക് മുമ്പിൽ കടമ്പകൾ ഏറെ ഉണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം തച്ചുടച്ചും വെട്ടിമാറ്റിയും വെടിവെച്ചിട്ടും മാർക്കോ മുന്നേറിയപ്പോൾ വഴിമാറിയത് ചരിത്രം. ഏറ്റവും വയലന്റ് ആയ മലയാള സിനിമ എന്ന അവകാശവാദത്തിന് മേലെ മോസ്റ്റ് വയലന്റ് ഇന്ത്യൻ സിനിമ എന്ന പട്ടം നാഷണൽ മീഡിയ ചാർത്തിക്കൊടുത്തു. സിംഗപ്പൂരിന്റെ ഹയസ്റ്റ് സെൻസർ റേറ്റിംഗ് ആയ R21 വയലൻസ് കാരണം ലഭിച്ച ആദ്യ ഇന്ത്യൻ സിനിമയായി മാർക്കോ. ഏറ്റവും അധികം കളക്ഷൻ നേടിയ മലയാള അഡൽട്സ് ഓൺലി സിനിമയും മാർക്കോ ആണ്. എന്നാൽ അതുക്കും മേലെ മറ്റൊരു മലയാള സിനിമയ്ക്കും നേടാൻ കഴിയാതിരുന്ന ഒരു നേട്ടം മാർക്കോയ്ക്ക് ലഭിച്ചു. തെലുഗു, തമിഴ് ഡബ്ഡ് വേർഷൻസ് തരക്കേടില്ലാത്ത കളക്ഷൻ നേടിയെങ്കിലും ഹിന്ദി ഡബിൽ അപ്രതീക്ഷിത മുന്നേറ്റം നടത്തി പാൻ ഇന്ത്യൻ ഹിറ്റ് സ്റ്റാറ്റസ് നേടാനായി എന്നതാണ് മാർക്കോയുടെ പ്രധാന വിജയം. ഈ സിനിമയുടെ മാർക്കറ്റിങ്ങും റിലീസ് സ്ട്രാറ്റജിയും മറ്റും മലയാളം ബിഗ് ബജറ്റ് പ്രൊഡക്ഷൻസ് മാതൃക ആക്കേണ്ടതാണ്. നമ്പർ 1 കടക്കുന്നതിന് മുൻപ് കുറച്ച് ഹോണറബിൾ മെൻഷൻസ് കൂടി.
പൊരിഞ്ഞ പോരാട്ടം കാരണം ടോപ്പ് 10 ലിസ്റ്റിലെ പല സ്ഥാനങ്ങളും ഒരു പോയിന്റിന്റെ റേഞ്ചിലൊക്കെയാണ് സെറ്റായത്. ഹൈ ക്വാളിറ്റി ഫിലിംസ് ഇഞ്ചോടിഞ്ചു പൊരുത്തിയപ്പോൾ പല മികച്ച ചിത്രങ്ങൾക്കും ടോപ്പ് 10 ലിസ്റ്റിൽ എത്തിപ്പെടാൻ പറ്റിയില്ല. 11 മുതൽ 15 വരെ സ്ഥാനങ്ങൾ നേടിയ സിനിമകൾ ഇതാ. ഗോളം, ഡയറക്ടർ സംജാത്, ഒരു മികച്ച അഗത ക്രിസ്റ്റി ഇൻസ്പയർഡ് മർഡർ മിസ്റ്ററി. ARM, ഡയറക്ടർ ജിതിൻ ലാൽ, ഒരു യുണീക്കായ പീരിയഡ് ഫാന്റസി അഡ്വഞ്ചർ ഫിലിം. വാഴ, ബയോപിക് ഓഫ് എ ബില്യൺ ബോയ്സ്, ഡയറക്ടർ ആനന്ദ് മേനൻ, മലയാള സിനിമാ ഹാസ്യത്തിന്റെ പുതുതലമുറയുടെ ചിരിവിരുന്ന്. തലവൻ, ഡയറക്ടർ ജിസ് ജോയ്, ഒന്നാംതരം പെർഫോമൻസ് ഡ്രിവൻ ക്രൈം ത്രില്ലർ. ആനന്ദ് ശ്രീബാല, ഡയറക്ടർ വിഷ്ണു വിനയ്, ഒരു നല്ല സ്ലോ ബേൺ ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ. ഇനി ടോപ്പ് ഫിലിം ഓഫ് ദി ഇയർ. മഞ്ഞുമ്മൽ ബോയ്സ്, ഡയറക്ടർ ചിദംബരം. മഞ്ഞുമ്മൽ ബോയ്സ് മലയാള സിനിമയുടെ സീൻ മാറ്റും എന്ന് സുഷിൻ ശ്യാം പറഞ്ഞപ്പോൾ സ്ഥിരം പ്രൊമോഷൻ തള്ള എന്നാണ് പൊതുവെ കരുതിയത്. എന്നാൽ പിന്നീട് നടന്നത് സുഷിൻ പോലും പ്രതീക്ഷിച്ചിരുന്നോ എന്നത് സംശയമാണ്. കേരളത്തിനൊപ്പം തമിഴ്നാട്ടിലും തരംഗമായ ബോയ്സ് തമിഴ്നാട്ടിൽ നിന്നും മൊഴിമാറ്റം ഇല്ലാതെ ഏറ്റവുമധികം കളക്ഷൻ നേടുന്ന അന്യഭാഷാ ചിത്രമായി 200 കോടി ക്ലബ് മലയാളത്തിൽ തുറന്നു. ക്ലൈമാക്സിലെ ആ ഒരു സോങ് പ്ലേസ്മെന്റ് ആണ് ഈ നേട്ടത്തിന് വലിയൊരു കാരണമായത് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. എന്തായിരുന്നു ആ ഫീൽ? എക്കാലത്തെയും മികച്ച തിയേറ്റർ എക്സ്പീരിയൻസ് മുഹൂർത്തങ്ങളിൽ ഒന്ന്. തുടർന്ന് ഹോട്ട്സ്റ്റാറിലും മഞ്ഞുമ്മൽ ബോയ്സ് മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചു. ഇപ്പൊ നോക്കുമ്പോൾ മഞ്ഞുമ്മലിലെ ടീംസ് ബോക്സ് ഓഫീസിൽ നേടിയത് വീണ്ടും ഒരു മലയാള സിനിമയ്ക്ക് സാധ്യമാകുമോ എന്ന സംശയം ഉയർന്നേക്കാം. എന്നാൽ മലയാള സിനിമ വളർന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ ടെറിട്ടറികൾ വെട്ടിപ്പിടിച്ച് പുതിയ പ്രേക്ഷകരെ നേടി, എന്നാൽ സ്വന്തം ഐഡന്റിറ്റിയിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ. നമ്മുടെ ടോപ്പ് 10 ലിസ്റ്റിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയ ചില കാര്യങ്ങൾ കാണാം. ഏറ്റവും ഒബ്വിയസ് ആയത് സുഷിൻ ശ്യാം ആയിരിക്കും. കഴിഞ്ഞ വർഷം ചെയ്ത 4 പടങ്ങളിൽ 3 ഈ ലിസ്റ്റിലുണ്ട്. പിന്നെ ടോപ്പ് 10 ഫിലിംസ് ചെയ്ത ഡയറക്ടർമാരിൽ ഏറ്റവും സീനിയർ 4ാം പടം ചെയ്ത ഹനീഫ് അദേനിയാണ്. പിന്നെ ഉള്ളത് 3ാം പടം ചെയ്ത 2 പേർ, 2ാം പടം ചെയ്ത 5 പേർ, ഡെബ്യൂട്ടൻസ് ആയി 2 പേർ. ഇത് നോക്കുമ്പോൾ മലയാള സിനിമ സംവിധായകരുടെ തലമുറ മാറ്റം നടന്നു കഴിഞ്ഞു എന്ന് കരുതുന്നതിൽ തെറ്റില്ല. മറ്റൊരു സ്ട്രൈക്കിംഗ് ആയ കാര്യം എന്തൊക്കെ തരം സിനിമകളാണ് ടോപ്പ് 10 ഇടം പിടിച്ചത് എന്ന കാര്യത്തിലാണ്. ഇതിൽ കോമഡി ത്രില്ലർ ഉണ്ട്, മർഡർ മിസ്റ്ററി ഉണ്ട്, ഡാർക്ക് ഡ്രാമയുണ്ട്, ഹൊറർ ഉണ്ട്, ആക്ഷൻ ഉണ്ട്, മിസ്റ്ററി ത്രില്ലർ ഉണ്ട്, മാസ് ആക്ഷൻ കോമഡി ഉണ്ട്, റൊമാൻറ്റിക് കോമഡി ഉണ്ട്, സർവൈവൽ ത്രില്ലർ ഉണ്ട്. അത്രയ്ക്കും വ്യത്യസ്ത വിഭവങ്ങൾ നിറഞ്ഞ ഒരു സിനിമാ വിരുന്നാണ് നമുക്ക് 2024 കിട്ടിയത്. 2025 വളരെ സ്ട്രോങ് ആയിട്ടാണ് മലയാള സിനിമ തുടങ്ങിയിരിക്കുന്നത്. നല്ല അഭിപ്രായമുള്ള സിനിമകൾ അത്രയ്ക്ക് അധികം ഉള്ളത് കാരണം സിനിമാ പ്രേക്ഷകർ ഏതിനു പോകും, ഏതിനെ ഒഴിവാക്കും എന്ന കൺഫ്യൂഷനിൽ നിൽക്കുന്ന അവസ്ഥയാണ് ജനുവരി തന്നെ ഉള്ളത്. ഈ ഫോം തുടർന്നാൽ ലോകമെമ്പാടുമുള്ള മലയാള സിനിമാ പ്രേക്ഷകർക്ക് എക്സൈറ്റിംഗ് ആയ മറ്റൊരു വർഷം തന്നെയാവും 2025. താങ്ക്സ് ഫോർ വാച്ചിങ്.